കൊടുങ്ങല്ലൂരിൽ കനോലി കനാലിലെ മണൽ ഖനനത്തെ തുടർന്ന് വീട് തകർന്നു. ലോകമല്ലേശ്വരം വയലാറിൽ ഒലവക്കോട്ട് മുസ്തഫ കമാലിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. അപകട ഭീഷണിയെ തുടർന്ന് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബം വീടൊഴിഞ്ഞിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും ഡ്രഡ്ജർ ഉപയോഗിച്ച് വൻതോതിൽ മണലെടുപ്പ് നടക്കുന്നുണ്ട്. വലിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള പ്രകമ്പനവും നീരൊഴുക്കും മൂലമാണ് വീട് പൂർണ്ണമായും വിള്ളൽ വീണ് തകർന്നത് എന്ന് വീട്ടുടമ പറഞ്ഞു. ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ പുഴയിൽ പലയിടങ്ങളിലായി മണലെടുപ്പ് നടന്നുവരികയാണ്. മാസങ്ങളായി തുടരുന്ന മണലെടുപ്പ് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. പ്രദേശവാസികൾ എതിർപ്പ് ശക്തമാക്കുമ്പോൾ ഇടം മാറ്റി മണലെടുപ്പ് തുടരുകയാണ്. ഇതെന്റെ മോളുടെ വീടൊക്കെയാണ്. ഞാനിതൊക്കെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് ഇവിടെ മണ്ണ് പുഴയിൽ നിന്ന് മണ്ണും ഇതൊക്കെ വെള്ളമൊക്കെ അടിച്ച് കയറ്റുന്നതിൻ്റെ ഇതിലെ ഉറവ് വന്നുകഴിഞ്ഞിട്ടാണ് ഈ വീടിന് ഈ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടുണ്ടതിൻ്റെ 2 ഇരട്ടി മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരിങ്ങനെ മണ്ണ് എടുത്തു കൊണ്ടുപോയിട്ട് വിറ്റ് കാശായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഉറവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇവിടെ വന്ന് മണ്ണ് കിളുത്തിട്ട് അടിത്തറ അങ്ങോട്ട് താഴോട്ട് പോയി. അപ്പോൾ ആ ചുമരടക്കം